ഏവർക്കും നമസ്കാരം. ധാരാളം ആളുകളുടെ സംശയം, അവരൊരു വീട്ടിലെ പ്രാർത്ഥന, പൂജ ഇത്യാദി കാര്യങ്ങളും ജപമൊക്കെ ചെയ്തിട്ട് അവർക്ക് ഫലം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വലിയൊരു സംശയം ആളുകളുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാണ് ഞാനത് ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടാത്തത്? ചില ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് ഫലം കിട്ടുന്നു, ചിലർക്ക് ഫലം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഫലം കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തത്? നമുക്ക് നമ്മളുടെ വീട്ടിൽ ചെയ്യുന്ന പൂജാകാര്യങ്ങൾ, അതിനുള്ള വിധി, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സമ്പ്രദായം, നമ്മൾ ഏത് ഗുരുവിൽ നിന്ന് അനുവർത്തിച്ചു, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ആവശ്യമാണോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു കാരണവശാലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരാൾ നമുക്കത് പറഞ്ഞു തരുന്ന കാര്യം ആ സമയത്ത് നല്ലതായിരിക്കാം. അതിൻ്റെ കൂടെ ഏതെല്ലാം കാര്യങ്ങൾ ചേർക്കണം, എപ്പോഴാണ് ചേർക്കേണ്ടത്, എപ്പോഴാണ് അതിനെ മാറ്റി വയ്ക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ പൂജാവിധികൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു തടസ്സം മാറണമെങ്കിൽ വിഘ്നേശ്വര ഹോമം കഴിക്കേണ്ടതാണ്. ആ വിഘ്നേശ്വര ഹോമമാണോ കഴിച്ചത്, അതോ അതിന് ഗണപതി ഹോമമായിട്ടാണോ കഴിച്ചത്? ഇതിനൊക്കെ തന്നെ മന്ത്രങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ആചാര്യന്മാർ അതിനെക്കുറിച്ച് തർക്കമില്ലാതെ സമ്മതിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ജപിക്കുന്ന രീതിയിൽ ഋഷി ഛന്ദസ്, ദേവതാ ധ്യാനം, അത്തരം കാര്യങ്ങളെ നമ്മൾ അനുവർത്തിക്കുന്നുണ്ടോ, അത് പൂജാവിധിയിൽ അല്ലെങ്കിൽ ഹോമവിധിയിൽ, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, നമ്മൾ പഠിച്ച ആ ഊർജ്ജത്തെ നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ട യോഗ്യത നേടിയിട്ടുണ്ടോ? അപ്പോൾ നമുക്കൊരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമ്മളെ പ്രവർത്തിക്കുന്നതിന് വേണ്ടതായ യോഗ്യത കൂടി നമുക്ക് വേണമല്ലോ. ആ യോഗ്യത നമ്മൾ നേടിയിട്ടില്ലെങ്കിലോ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിത്യേന നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്? ഏത് ഒരു ഓർഡറിൽ നമ്മൾ നാമം ജപിച്ചാൽ നമുക്ക് ഫലം കിട്ടും? നിശ്ചയമായും ഫലം കിട്ടുന്ന ഓർഡറുണ്ട്. ആ ഓർഡറിൽ ഫലം ജപിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടാതിരിക്കില്ല എന്നുള്ളത് സുനിശ്ചിതമാണ്. അത് നമുക്ക് സ്വമേധയാ ചെയ്യാവുന്നതാണ്, സ്വമേധയാ പഠിക്കാവുന്നതാണ്. മറ്റു ആളുകളുടെ ആശ്രയമില്ലാതെ തന്നെ അതിൻ്റെ ഫലത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. കാരണം മന്ത്രങ്ങളെ ജപിക്കുമ്പോൾ ഗുരു എന്താണ് ജപിക്കേണ്ടത്? അപ്പോൾ ഗുരുവിനെ വേണം, ഗണപതിയെ വേണം, സരസ്വതി വേണം, പരമാത്മാവ് വേണം, നമുക്കിടെ ഉപാസനാമൂർത്തിയുടെ മന്ത്രങ്ങൾ വേണം, അല്ലെങ്കിൽ ഭാഗ്യസൂക്ത, ഐകമത്യം, അല്ലെങ്കിൽ ആദിത്യഹൃദയം, ഏതൊക്കെ മന്ത്രങ്ങളെ എത്ര ഗുരുവാണ് ജപിക്കേണ്ടത്? നമുക്കൊരു ഫലം കിട്ടണമെങ്കിൽ എത്ര സംഖ്യയാണ് ഒരു മന്ത്രം ജപിക്കേണ്ടതുണ്ട്, ഇത്ര സംഖ്യ ജപിച്ചാൽ ഇന്ന ഫലം, അത് ഇതുകൊണ്ട് ജപിച്ചാൽ എന്നൊക്കെ ചില ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചില കണ്ടീഷൻസ്. അപ്പോൾ അൺകണ്ടീഷണലായിട്ട് എങ്ങനെയാണ് ഈശ്വരോപാസന നടത്തേണ്ടത്? നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻ ഇല്ലാതെ ഈശ്വരനെ ഉപാസിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ പല ആളുകളും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈശ്വരനെ ഉപാസിക്കുന്നത്. ഈശ്വരനെ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് ഉപാസിക്കാം. ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നമുക്ക് സ്വന്തം അച്ഛനെയോ അമ്മയെയോ സമീപിക്കുന്നത് പോലെ സമീപിക്കാവുന്നതാണ് ഭഗവാൻ എന്നുള്ള തരത്തിൽ എങ്ങനെയാണ് നമുക്ക് ആ വിഷയത്തെ സാധന ചെയ്യേണ്ടത് എന്ന് ഒത്തിരി സംശയങ്ങൾ ആളുകളിലുണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങളില്ലാതെ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സംശയങ്ങൾ എന്തെങ്കിലും ദൂരീകരിക്കുന്നതിന് അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നെങ്കിലും വാട്സാപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് അയച്ചു തരാം. അതല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇത് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി നിങ്ങൾക്ക് കാണാനും കേൾക്കാനും സാധിക്കും. പിന്നെ ഇതെല്ലാം പൂർണ്ണമായ രീതിയിൽ ഞാൻ പറയുന്നത് മാത്രമാണോ ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യണം, അങ്ങനെയല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങളെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നിങ്ങളതിനെ അനുവർത്തിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊള്ളാമെങ്കിൽ നിങ്ങളതിനെ കൊണ്ടു നടക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അതിനെ മാറ്റം വരുത്തി വേണം കൊണ്ടു നടക്കാൻ കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഏവർക്കും നമസ്കാരം.